ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എയിം ഫോർ PSC MEM ചാനൽ. നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 ഒക്ടോബർ 8 നടന്ന ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 എക്സാമിന്റെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 134/2024. ആദ്യം നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്? സ്യൂഡോണിം എന്ന വേർഡിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. PSEUDONYM സ്യൂഡോണിം. ഇതാണ് കറക്റ്റ് ആൻസർ. 82ാമത്തെ ക്വസ്റ്റ്യൻ, യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. കറക്റ്റ് ആർട്ടിക്കിൾ ചേർക്കാനാണ്. യെസ്റ്റർഡേ ഐ ബോട്ട് ഡാഷ് യെല്ലോ ഷർട്ട്. യെസ്റ്റർഡേ ഐ ബോട്ട് ഡാഷ് യെല്ലോ ഷർട്ട്. ഇവിടെ വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. യെസ്റ്റർഡേ ഐ ബോട്ട് എ യെല്ലോ ഷർട്ട്. 83ാമത്തെ ക്വസ്റ്റ്യൻ, find out one word for emergency procedure to revive someone to consciousness. Find out one word for emergency procedure to revive someone to consciousness. അബോധാവസ്ഥയിലുള്ള ഒരാളെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ എമർജൻസി ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയറിന്റെ വൺ വേർഡ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഒബ്സലസൻസ്, ഓപ്ഷൻ ബി സെസേഷൻ, ഓപ്ഷൻ സി എക്സ്പ്ലോറേഷൻ, ഓപ്ഷൻ ഡി റെസസിറ്റേഷൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി റെസസിറ്റേഷൻ ആണ്. അതിന്റെ അർത്ഥം പുനരുജ്ജീവിപ്പിക്കുക എന്നാണ്. ഇനി ഒബ്സലസൻസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കാലഹരണപ്പെടൽ. ഒബ്സലസൻസ് കാലഹരണപ്പെടൽ. സെസേഷൻ എന്ന് പറഞ്ഞാൽ മരണം അല്ലെങ്കിൽ അവസാനം എന്നൊക്കെയാണ് അർത്ഥം. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധന. അപ്പോൾ എമർജൻസി പ്രൊസീജിയർ ടു റിവൈവ് സമ്മൺ ടു കോൺഷ്യസ്നെസ്, അതിന്റെ വൺ വേർഡ് എന്താണ്? റെസസിറ്റേഷൻ. ഇനി 84ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 85ാമത്തെ ക്വസ്റ്റ്യൻ, റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. സെലിൻ സെഡ് ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് കോഫി എവറി മോർണിംഗ്. റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റാനാണ്. സെലിൻ സെഡ് ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് കോഫി എവറി മോർണിംഗ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സെലിൻ സെഡ് ദാറ്റ് ഷീ ഡ്രിങ്ക്സ് എ കപ്പ് ഓഫ് കോഫി എവറി മോർണിംഗ്. ഏതാണ് ആൻസർ? സെലിൻ സെഡ് ദാറ്റ് ഷീ ഡ്രിങ്ക്സ് എ കപ്പ് ഓഫ് കോഫി എവറി മോർണിംഗ്. ഇവിടെ എന്തുകൊണ്ടാണ് റിപ്പോർട്ടഡ് സ്പീച്ചില് ടെൻസിന് മാറ്റമൊന്നും വരാഞ്ഞത്? നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താ? റിപ്പോർട്ടഡ് സ്പീച്ചില് റിപ്പോർട്ടിംഗ് വെർബിനനുസരിച്ച് ടെൻസിന് മാറ്റം ഉണ്ടാവുന്നല്ലേ. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണത് മാറാത്തത്? ഷീ ഡ്രിങ്ക്സ് എ കപ്പ് ഓഫ് കോഫി എവറി മോർണിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഹാബിച്വൽ ആക്ഷനെയാണ് കാണിക്കുന്നത്. അതായത് സെലിൻ പതിവായി ചെയ്യുന്നൊരു കാര്യമാണ് രാവിലെ ഒരു കപ്പ് കാപ്പി കുടിക്കുക എന്നുള്ളത്. അപ്പം അതൊരു ഹാബിച്വൽ ആക്ഷൻ ആയതുകൊണ്ടാണ് അവിടെ ടെൻസിന് മാറ്റമൊന്നും വരാഞ്ഞത്. ആ റൂൾ എന്താ പറയുന്നത്? ഡയറക്റ്റ് സ്പീച്ചില് യൂണിവേഴ്സൽ ട്രൂത്ത്, ജനറൽ ട്രൂത്ത്, പ്രോവർബ്സ്, സയന്റിഫിക് ട്രൂത്ത്, ഹാബിച്വൽ ആക്ഷൻ, ഹിസ്റ്റോറിക്കൽ ഫാക്ട് ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ യാതൊരു മാറ്റവും പാടില്ല. ഏതാ യൂണിവേഴ്സൽ ട്രൂത്തിന് ഒരു എക്സാമ്പിൾ എന്താ? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അല്ലെങ്കിൽ ദ എർത്ത് മൂവ്സ് അറൌണ്ട് ദ സൺ. ഇങ്ങനെയുള്ള ഫാക്റ്റുകളൊക്കെ വന്നാൽ റിപ്പോർട്ടഡ് സ്പീച്ചില് ടെൻസിന് യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. 86ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ അണ്ടർലൈൻ വേർഡ്സ് വിത്ത് കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. വി ഹാഡ് ആൻ എക്സ്പെൻസീവ് ആൻഡ് ഡെലീഷ്യസ് ഡിന്നർ അറ്റ് ഇറ്റാലിയൻ റെസ്റ്റോറന്റ്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഇറ്റാലിയൻ എന്ന വേർഡാണ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ അഡ്ജക്റ്റീവ്, ഓപ്ഷൻ ബി നൗൺ, ഓപ്ഷൻ സി ആഡ്വേർബ്, ഓപ്ഷൻ ഡി വെർബ്. ഇറ്റാലിയൻ എന്നുള്ള വേർഡ് ഇതിൽ ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരും? ആൻസർ വരുന്നത് ഓപ്ഷൻ എ അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. ഇവിടെ ഇറ്റാലിയൻ എന്നത് റെസ്റ്റോറന്റ് എന്ന നൗണിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇറ്റാലിയൻ റെസ്റ്റോറന്റ്. അപ്പം അതൊരു അഡ്ജക്റ്റീവ് ആണ്. ഇനി 87ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. നൺ ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് ഹാവ് കം ടു ദ പാർട്ടി. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. നൺ ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് ഹാവ് കം ടു ദ പാർട്ടി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഹാവ് ദേ ആണ്. ഇവിടെ ഈ സെന്റൻസ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് പോസിറ്റീവ് ആയിരിക്കണം. അപ്പം ഇവിടുത്തെ ഓക്സിലറി വെർബ് ഹാവ് ആണ്. സബ്ജക്റ്റ് വരുന്നത് ദേ. ആൻസർ ഹാവ് ദേ. 88ാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിംഗ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്
മീനിങ് പോസ്റ്റ്പോൺ. പോസ്റ്റ്പോൺ എന്ന് അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ചേർത്ത് താഴെ തന്നിരിക്കുന്ന സെന്റൻസ് കറക്റ്റ് ചെയ്ത് എഴുതാനാണ്. ദ കമ്മിറ്റി വോട്ടഡ് ടു ഡാഷ് ദ പ്രപ്പോസൽ ഫോർ ഫർദർ കൺസിഡറേഷൻ. ദ കമ്മിറ്റി വോട്ടഡ് ടു ഡാഷ് ദ പ്രപ്പോസൽ ഫോർ ഫർദർ കൺസിഡറേഷൻ. ഓപ്ഷൻ എ സ്റ്റാൻഡ് ഔട്ട്, ഓപ്ഷൻ ബി സ്റ്റാൻഡ് അറ്റ്, ഓപ്ഷൻ സി സ്റ്റാൻഡ് അപ്പ് ഫോർ, ഓപ്ഷൻ ഡി സ്റ്റാൻഡ് ഓവർ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സ്റ്റാൻഡ് ഓവർ ആണ്. സ്റ്റാൻഡ് ഓവറിന്റെ മീനിങ് പോസ്റ്റ്പോൺ. ദ കമ്മിറ്റി വോട്ടഡ് ടു സ്റ്റാൻഡ് ഓവർ ദ പ്രപ്പോസൽ ഫോർ ഫർദർ കൺസിഡറേഷൻ. ഇനി സ്റ്റാൻഡ് ഔട്ട് എന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താ വരുന്നത്? വഴങ്ങാതിരിക്കുക. സ്റ്റാൻഡ് ഔട്ട് വഴങ്ങാതിരിക്കുക. ഇനി സ്റ്റാൻഡ് അറ്റ് എന്നൊരു ഫ്രേസൽ വെർബ് ഇല്ല. സ്റ്റാൻഡ് അപ്പ് ഫോർ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക, പിന്തുണ നൽകുക എന്നൊക്കെയാണ്. സ്റ്റാൻഡ് അപ്പ് ഫോർ നിലനിർത്തുക, പിന്തുണ നൽകുക. 89ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയം അണ്ടർലൈൻഡ്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? ഷീ റെഫ്യൂസ്ഡ് ടു ബി ലെഡ് ബൈ ദ നോസ്. ഷീ റെഫ്യൂസ്ഡ് ടു ബി ലെഡ് ബൈ ദ നോസ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഇഡിയം എന്ന് പറയുന്നത് ടു ബി ലെഡ് ബൈ ദ നോസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടു ബി അസർട്ടീവ്, ഓപ്ഷൻ ബി ടു ബി സബ്മിസീവ്, ഓപ്ഷൻ സി ടു ബി ഡിഫിയന്റ്, ഓപ്ഷൻ ഡി ടു ബി ഒബ്സ്റ്റിനേറ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ടു ബി സബ്മിസീവ് എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? അനുസരണയുള്ള, വിധേയത്വമുള്ള എന്നൊക്കെയാണ്. അപ്പം ടു ബി ലെഡ് ബൈ ദ നോസ് എന്ന ഇഡിയത്തിന്റെ അർത്ഥം വരുന്നത് ടു ബി സബ്മിസീവ് എന്നാണ്. ഇനി ടു ബി അസർട്ടീവ് എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യമുള്ള എന്നാണ് അർത്ഥം. ടു ബി അസർട്ടീവ് നിശ്ചയദാർഢ്യമുള്ള. ടു ബി ഡിഫിയന്റ് എന്ന് പറഞ്ഞാൽ ധിക്കരിക്കുന്ന. ടു ബി ഡിഫിയന്റ് ധിക്കരിക്കുന്ന. ടു ബി ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ വഴങ്ങാത്ത. ടു ബി ഒബ്സ്റ്റിനേറ്റ് വഴങ്ങാത്ത. ഇനി 90ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് പെട്രിഫൈഡ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് പെട്രിഫൈഡ്? പെട്രിഫൈഡ് എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്ഷൻ എ അപ്രിഹെൻസീവ്, ഓപ്ഷൻ ബി ആഗസ്റ്റ്, ഓപ്ഷൻ സി ബ്രേവ്, ഓപ്ഷൻ ഡി നെർവസ്. അപ്പൊ പെട്രിഫൈഡ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ബ്രേവ്. അപ്പൊ ഇംഗ്ലീഷിലെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി മലയാളം നോക്കാം. 91ാമത്തെ ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അതിഥി. ഇനി 92ാമത്തെ ക്വസ്റ്റ്യൻ, നീചം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്തുക. നീചം എന്ന പദത്തിന്റെ വിപരീതം ഓപ്ഷൻ എ ഉച്ചം ആണ്. നീചം, ഉച്ചം. 93ാമത്തെ ചോദ്യം, കാലത്തിന് യോജിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ കാലാനുയോജ്യം, ഓപ്ഷൻ ബി കാലോചിതം, ഓപ്ഷൻ സി കാലാനുവർത്തിതം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. കാലത്തിന് യോജിച്ചത് എന്നതിന്റെ ഒറ്റ പദമാണ് ഓപ്ഷൻ ബി കാലോചിതം. ഇനി 94ാമത്തെ ചോദ്യം, രക്തത്തിന്റെ പര്യായ പദം ഏത്? രക്തം എന്ന വാക്കിന്റെ പര്യായ പദം. ഓപ്ഷൻ എ രുധിരം, ഓപ്ഷൻ ബി സൂതകം, ഓപ്ഷൻ സി പിശിതം, ഓപ്ഷൻ ഡി രാജിലം. രക്തത്തിന്റെ പര്യായപദം ഏതാണ്? ഓപ്ഷൻ എ രുധിരം. രക്തം, രുധിരം. ഇനി സൂതകം എന്നാല് പുല അല്ലെങ്കിൽ ബാലായ്മ എന്നാണ് അർത്ഥം. അതൊരു മതപരമായ അശുദ്ധിയാണ്, പുല അല്ലെങ്കിൽ ബാലായ്മ. പിശിതം എന്നാല് പേശി എന്നാണ് അർത്ഥം. പിശിതം എന്നാല് പേശി. രാജിലം എന്ന വാക്കിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും പറയാനില്ല. ഇനി 95ാമത്തെ ചോദ്യം, എള്ളു കീറുക എന്ന ശൈലിയുടെ അർത്ഥം. എള്ളു കീറുക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ കാലം തെറ്റി പ്രവർത്തിക്കുക, ഓപ്ഷൻ ബി കണ്ടില്ലെന്ന് നടിക്കുക, ഓപ്ഷൻ സി കർശനമായി പെരുമാറുക, ഓപ്ഷൻ ഡി തിടുക്കത്തിൽ കാര്യം സാധിക്കുക. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കർശനമായി പെരുമാറുക. എള്ളു കീറുക എന്നാല് കർശനമായി പെരുമാറുക എന്നാണ് അർത്ഥം. ഇനി 96ാമത്തെ ചോദ്യം, സിംഹി എന്നതിന്റെ പുല്ലിംഗ പദം ഏത്? സിംഹി എന്ന വാക്കിന്റെ പുല്ലിംഗ പദം. ഓപ്ഷൻ എ സിംഹം. ഇനി 97ാമത്തെ ചോദ്യം, പ്രൊബേഷൻ ശരിയായ മലയാള പരിഭാഷ ഏത്? പ്രൊബേഷൻ എന്ന വാക്കിന്റെ ശരിയായ മലയാള പരിഭാഷ. ഓപ്ഷൻ എ നിരീക്ഷണ ഘട്ടം, ഓപ്ഷൻ ബി പരിവർത്തന ഘട്ടം, ഓപ്ഷൻ സി ക്രമപ്പെടുത്തൽ, ഓപ്ഷൻ ഡി സ്ഥിരപ്പെടുത്തൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ നിരീക്ഷണ ഘട്ടമാണ്. നിരീക്ഷണ ഘട്ടത്തിന് പറയുന്ന പേരാണ് പ്രൊബേഷൻ. ഇനി 98ാമത്തെ ചോദ്യം, വരികടോ പിരിച്ചെഴുതുക. വരികടോ എന്ന വാക്ക് പിരിച്ചെഴുതുക. ഓപ്ഷൻ എ
വരിക പ്ലസ് എടോ ആണ് ആൻസർ. വരികടോ എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചിരുന്നത്? വരിക പ്ലസ് എടോ. ഇനി 99ാമത്തെ ചോദ്യം, പൂജക ബഹുവചനം ഏത്? ഓപ്ഷൻ എ മടിയൻ, ഓപ്ഷൻ ബി വൈദ്യർ, ഓപ്ഷൻ സി പണക്കാർ, ഓപ്ഷൻ ഡി മിടുക്കർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വൈദ്യർ. ഇനി 100ാമത്തെ ചോദ്യം, വിൺ പ്ലസ് സ്ഥലം ചേർത്തെഴുതുക. വിൺ പ്ലസ് സ്ഥലം ചേർത്തെഴുതിയാല് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വിണ്ടലം. വിൺ പ്ലസ് സ്ഥലം വിണ്ടലം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ GK പാർട്ടിന്റെ അനാലിസിസ് നമ്മുടെ എയിം ഫോർ PSC യൂട്യൂബ് ചാനലിലുണ്ട്. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.